ദേ കാര്യമൊക്കെ ശരി. ഗോപിയേട്ടനെ കുരങ്ങാന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ ചോദിക്കാൻ ആളുണ്ട്. പോടി എവിടെ. എന്താ ഗോപി ഇത്? വലിയ സംഗീതജ്ഞന്മാരുടെ വീടാ. കച്ചേരി പോയിട്ട് ഒരു പാട്ട് പാടാനില്ല. വാ നമുക്കൊന്ന് കുളിപ്പിക്കണ്ടേ? എനിക്ക് നല്ല സുഖമല്ല. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ കാണായിരുന്നു. ഇവിടെ പാട്ടും ബഹളവും. ഇതിപ്പോ ഒരു ചത്ത വീട് പോലെ. നീ വാ, സുഖമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ രാധയ്ക്ക് വിഷമം തോന്നില്ലടാ. വരുന്നു. ഇപ്പൊ ചിത കത്തി അണഞ്ഞിട്ടുണ്ടാവില്ല. അതിനു മുമ്പ് ഞാൻ എങ്ങനെ പാടും? എനിക്ക് വയ്യ. എന്റെ നെഞ്ചും കഴുത്തൊക്കെ വലിഞ്ഞു മുറിവുന്നു. ഗോപിയെ, നിന്നെ അപ്പുറത്ത് അന്വേഷിക്കണു. ഈ പെണ്ണത്തിന് അവന്റെ പിന്നാലെ നടക്കണേ. അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലോ? അടക്കി പിടിക്കണം. ഒന്ന് തേങ്ങിപ്പോയാ പിന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ല. പറ്റണില്ല, ഞാൻ തളർന്നു പോകുന്നു. ശക്തി തരാൻ ഏട്ടനോട് പ്രാർത്ഥിക്കും. ഗോപി, രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. സാഗേതം പാടുകയായി ഹേ രാമാ. കാതരയാം ശാരികയായി സാഗേതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. ആരണ്യകാണ്ഡം തേടി സീതാ ഹൃദയം തേങ്ങി. ആരണ്യകാണ്ഡം തേടി സീതാ ഹൃദയം തേങ്ങി. വാൽമീകങ്ങളിൽ ഏതോ താപസമൗനമുണർന്നോ വീണ്ടും രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ.
సరి స సరి స సరి స సారి సరీరి నీని రీరి నీని మదని సరి గరి రి గరి రి గరి రి గరి గా గరి గా గరి సరి గ మ పాద ప ప ద ప ప ద ప పాద ప సా స ద ద మదని స సారి స సరి స సరి స సారి സ ഗാ ഗരി രി മദനി രി ഇന്ദ്രധനുസ്സുകൾ മീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമ ജയം രഘുരാമ ജയം ശ്രീ ഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിൽ ആത്മപദം പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞ സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖം ശരവേഗം ജീവതാളവേഗി മാരുതിയാ ജലഗന്ധ സൂന ധൂപ ദീപകലയായി മന്ത്രയന്ത്ര തന്ത്ര കലിത ഗുണരു സാമഗാന ലഹരിയോടെ അണയൂ രാമ ശ്രീരാമ രാമ രാമ എല്ലാം ആയല്ലോ? ഇനി ഒന്നും ബാക്കിയില്ലല്ലോ? ഇല്ല. ആ എന്നാ വിട്ടോ വിട്ടോ. ആ ഓ അതങ്ങനെ മംഗളായിട്ട് കഴിഞ്ഞു. അല്ല ആ നമുക്ക് പോണ്ടേ? ഒരു വീടടച്ചു പോന്നിട്ട് ആഴ്ച ഒന്നായില്ലേ? പോവാം, നാളെ ആവട്ടെ. രാമൻ ഇവിടെ ഇല്ലാത്തതല്ലേ? എനിക്കും ദേവിയുടെ അഭിപ്രായമാണ്. ഇത്രയും നാൾ മൂടി വെച്ചു, ഇനി അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി എത്ര നാൾ ഞാൻ ഈ ഭാരം ചുമക്കണം? ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത എന്റെ അവസ്ഥ മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, നിന്റെ ഏടത്തി അവർക്ക് താങ്ങാനാവാത്തൊരു ഷോക്കാവില്ലേ? അവരുടെ ചോദ്യങ്ങൾക്കൊന്നിനും നമുക്ക് ഉത്തരവുണ്ടാവില്ല. പലരും നിന്നെ കുറ്റപ്പെടുത്തും. ചിലപ്പോ ക്രൂരമായ ആരോപണങ്ങൾ ഉണ്ടായെന്നും വരും. എന്താരോപണം? കൊന്നതാണെന്ന് വരെ പറയാൻ മടിക്കില്ല. കൊന്നു? അങ്ങനെ ഉണ്ടാവാമെന്നേ പറഞ്ഞുള്ളൂ. മരണം രഹസ്യമാക്കി വെച്ച് ദഹിപ്പിച്ചതൊക്കെ പലരും സംശയിച്ചേക്കാം. കാലം അങ്ങനെയാ. ഗോപിയേട്ടനെ അറിയാവുന്നവരാരും അങ്ങനെ പറയില്ല സർ. പറയുമെന്നല്ല, പറഞ്ഞേക്കാം. ഞാൻ കുറച്ച് കടന്നു ചിന്തിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ തന്നെ പോലീസ് രേഖകളുണ്ടല്ലോ. അതൊക്കെ ഉണ്ടാക്കിയെടുത്താണെന്ന് പറഞ്ഞൂടെ? പോരാത്തതിന് എന്റെ ഇൻവോൾവ്മെന്റ് അതിനെ ബലപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോ വീട്ടിലെല്ലാവരും ഒരു പ്രതീക്ഷയുടെ ആശ്വാസത്തിലാണ്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതാ നല്ലത്. അത് മതി ഗോപിയേട്ട. ഏട്ടൻ പോയി, ഇനി അറിഞ്ഞാലെന്താ, അറിഞ്ഞില്ലെങ്കിൽ എന്താ? എന്നാലും ശേഷക്രിയകളൊക്കെ ചെയ്യണം. അപ്പൂനെ കൊണ്ട് പിണ്ണം വെപ്പിക്കണം. അല്ലെങ്കിൽ ഏട്ടന്റെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. അതൊക്കെ ഒരു വിശ്വാസമാണ്. ആയിരിക്കാം, എന്നാലും എനിക്കത് ചെയ്യിക്കണം. അനാഥ പ്രേതം പോലെ എൻ്റെ ഏട്ടന്റെ ശരീരം ആരും ഇല്ലാതെ, ആരും അറിയാതെ അടക്കി. ആത്മാവ് അനാഥമാകരുത്. അത് അരിയും നീരും തേടി അലയരുത്. അപ്പു ചോദിച്ചാൽ എന്തു പറയും? എന്തെങ്കിലും കള്ളം പറയണം. ഇത്ര നാളും കള്ളം തന്നെയല്ലേ പറഞ്ഞതും പ്രവർത്തിച്ചതും. ഇത് ഞാൻ എന്തെങ്കിലും കളവ് പറഞ്ഞ് ചെയ്യിക്കും. അവോ അസ്മാൻ മാതരശുന്ധയന്തു അവോ അസ്മാൻ മാതരസുന്ധയന്തു ഘൃതേനനോ ഘൃതക്വ പുനന്തു ഹൃദയനനോ ഹൃദക്വ ഖുനന്തു രാമനാഥൻ നാമസ്യ പിതൃപിണ്ഡം സമർപ്പയാമി രാമനാഥൻ നാമസ്യ പിതൃപിണ്ഡം സമർപ്പയാമി രാമനാഥൻ നാമസ്യ പിതൃപിണ്ഡം സമർപ്പയാമി. അരിയും നീരും പൂവും വെള്ളത്തിൽ വെച്ച് നമസ്കരിച്ചെടുത്തു. തലയിലെടുത്ത് പുഴയിലൊഴുക്കി 3 പ്രാവശ്യം മുങ്ങി വരിക. എന്താ അപ്പോ? ചെറിയ നോണ പറഞ്ഞു. എന്ത്? ആരുടെ കർമ്മങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചത്? അച്ഛന്റെ. പിന്നെന്തിനാ പിതൃപിണ്ടെന്നല്ലേ ഇത് പറഞ്ഞത്? പിതൃപിണ്ടെന്ന് വെച്ചാ അച്ഛന്റെ പിണ്ടെന്നല്ലേ അർത്ഥം? എന്റെ അച്ഛന്റെ പേരും പറഞ്ഞു, രാമനാഥൻ. രാമനാഥൻ. എന്റെ അച്ഛൻ മരിച്ചു അല്ലേ? നുണ. എങ്ങനെയാ എന്റെ അച്ഛൻ മരിച്ചത്? ആരാ കൊന്നത്? ആരാ? അപ്പു കൊന്നതൊന്നും അല്ല. ഞാൻ പറയുന്ന കേക്ക്.
ഒന്നും പറയണ്ട, ഒന്നും കേൾക്കണ്ട. നുണയാ, നുണയാ ജയേട്ടൻ അപ്പു അവിടെ നിൽക്കാൻ. അപ്പു അപ്പു പറയണതെല്ലാം സത്യാണോ ദേവി? അമ്മേ, ഏട്ടൻ മരിച്ചെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊരു അപകട മരണം തന്നെയാണ്. പിന്നെ എന്തിനെല്ലാം ഒളിച്ചു വെച്ചു? ഞാൻ പറഞ്ഞല്ലോ, നീ പറയണതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. ഈശ്വരാ. ദേവി, അപ്പു അവൻ അച്ഛനല്ലാതാക്കിയല്ലടാ നീ. അമ്മേ, അങ്ങനെ പറയരുത് ഗോപിയേട്ടാ. ആരും മനസ്സിലാക്കുന്നില്ല നമ്മള്. ഏട്ടത്തി, നടന്നതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എന്റെ മോൾ എങ്ങനെ ആശ്വസിക്കും? അവള് മനസ്സൊന്നൊന്ന് ശപിച്ച നീയൊക്കെ ജീവനോടെ ദഹിക്കും. ഏത് ശാപവും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഗോപിയേട്ടാ, ഇപ്പൊ ആരെയും കാണണ്ട. കാരണം ഇനി ഒളിച്ചോടാൻ വയ്യ, ഇനി അഭിനയിക്കാൻ വയ്യ. ഇത്രയും വലിയ ചതി നീ ഞങ്ങളോട് ചെയ്തല്ലോടാ. മുത്തച്ഛ, ഞാൻ വേണ്ട, എനിക്ക് കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. അവന്റെ ശവത്തിൽ ചവിട്ടി ഇന്നലടാ നീ ഈ കല്യാണം അടിയന്തരം നടത്തിയത്. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിതിന് കൂട്ടു നിൽക്കൂ. എന്റെ രാമൻ മരിച്ചു കിടക്കുമ്പോ ഈശ്വര ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിച്ചു. എന്റെ മോനെ സമയെങ്കിലും നീ കാണിച്ചില്ലല്ലോടാ. ഉറ്റവരും ഉടയവരും ഇല്ലാത്തവനെ പോലെ, അനാഥനെ പോലെ നീ അവനെ കുഴിച്ചു മൂടിയില്ലേ? ഞാൻ എങ്ങനെ സഹിക്കും? ഞാനിതെങ്ങനെ സഹിക്കും? അയ്യോ, വേണ്ട, എനിക്കൊന്ന് കേക്കണ്ട, എനിക്കൊന്ന് കേക്കണ്ട. അമ്മേ, പോ എന്റെ മുമ്പിന്ന്. അയ്യോ, ഏട്ടത്തി, ഇനി ഏട്ടത്തിയുടെ ഊഴം സഹിക്കാൻ ഇനി ശക്തിയുണ്ട്. ശപിക്കാം, ഏത് പാപവും ഏക്കാം. തൃപ്തിയായില്ലേ? ഇനി ഏത് വേഷം കെട്ടണം, എന്ത് അഭിനയിക്കണം? നൊന്ത് പിടയുമ്പോഴും കരഞ്ഞില്ല, ചിരിച്ചു. അണയാത്ത ചിതയിൽ ചവിട്ടി നിന്നുകൊണ്ട് പാടി, ആശിച്ചതെല്ലാം നടത്തി. രാധ സുമംഗലിയായി. ചെയ്തതെല്ലാം തെറ്റ്, ക്രൂരത. എന്ത് പ്രായച്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് അഗ്നിയിലാണ് ദഹിക്കേണ്ടത്? മറ്റാരേക്കാളും
എനിക്കറിയാം നിന്നെ. ഇനിയെങ്കിലും മതി വരുവോളം ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിനക്ക്? sa pa sa ധ്വനി പ്രസാദം നിറയും പ്രാലേയ വിപഞ്ചികയിൽ മായാമാളവഗൗള മീട്ടി ദേവകരാഗുലികൾ